കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് കാസർഗോഡ് മേഖലാ സമ്മേളനം ഉദുമ കളനാട് സമാപിച്ചു. മലബാർ റെസിഡൻസിയിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കേരള വിഷൻ ന്യൂസ് MD-യുമായ പ്രജീഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ദേശീയപാത കുമ്പള ആരിക്കാടിയിൽ നടപ്പിലാക്കിയ അന്യായമായ ടോൾ പിരിവ് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഉദുമ കളനാട്ടെ മലബാർ റെസിഡൻസിയിൽ നടന്ന സമ്മേളനം COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കേരള വിഷൻ ന്യൂസ് MD-യുമായ പ്രജീഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ സർവീസും, സോളാറിന്റെ മെയിൻ്റനൻസ് ആവട്ടെ, അല്ലെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസ് ആവട്ടെ, ഇൻസ്റ്റലേഷൻ മാത്രമല്ല അതിനെ തുടർന്നുള്ള എല്ലാ സേവനവും നമുക്ക് സർവീസ് കൊടുക്കുന്നതിലൂടെ മന്ത്ലി റെക്കറിംഗ് ഇൻകം കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് വരും. ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് സാധിക്കും? ഒരു നമ്പറിൽ വിളിച്ചാൽ മതി, കേരള വിഷന്റെ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി, അയാളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ പ്രൊമോഷൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ക്യാമ്പയിൻ, അല്ലെങ്കിൽ സോളാറിന്റെ ഇൻസ്റ്റലേഷൻ, അല്ലെങ്കിൽ കസ്റ്റമർ കെയർ, നേരത്തെ പറഞ്ഞതുപോലെ മികച്ച കസ്റ്റമർ കെയർ സംവിധാനം, ഇനി ഇതൊക്കെ ബോധ്യപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ബോധവൽക്കരിക്കാനുള്ള കസ്റ്റമർ കെയർ സ്റ്റാഫ്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു 500-600 കണക്ഷൻ ഉള്ള ഒരു കേബിൾ നെറ്റ്വർക്ക് ഉടമക്ക് സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. സാധിക്കില്ല. ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗോ, ഇത്തരത്തിലുള്ള കസ്റ്റമർ കെയറോ, ഇത്തരത്തിലുള്ള സർവീസുകൾ ഒന്നും ചെയ്യാൻ ഒരു കേബിൾ ഓപ്പറേറ്റർക്ക് സാധിക്കില്ല. അവിടെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്ന ആശയം നമ്മൾ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ ഇത്തരം സർവീസുകളൊക്കെ കൊടുക്കാൻ ഒരു ഓപ്പറേറ്റർക്ക് സാധിക്കില്ല, നമ്മുടെ സ്റ്റാഫുകൾക്ക് മിക്കപ്പോഴും ഒന്നും ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നമ്മൾ എല്ലാവരും കൂടി ഒരു പ്രദേശത്തെ, നേരത്തെ നമ്മൾ സബ് ഡിസ്ട്രിബ്യൂട്ടറും ISP ഒക്കെ ആവാൻ എങ്ങനെയാണോ കൂടിച്ചേർന്നത്, അതുപോലെ കൂട്ടായ്മ ഉണ്ടാക്കി ഒരു ക്ലസ്റ്റർ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കണം. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് K. ദിവാകര അധ്യക്ഷനായി. മേഖലാ കമ്മിറ്റി അംഗം ശ്രീകുമാർ അനുശോചന പ്രമേയവും, മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി മേഖലാ റിപ്പോർട്ടും, മേഖലാ ട്രഷറർ G. ചിത്ര സാമ്പത്തിക റിപ്പോർട്ടും, പവൻരാജ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ ജില്ലാ റിപ്പോർട്ടും, CCN ചെയർമാൻ K. പ്രദീപ് കുമാർ CCN റിപ്പോർട്ടും, CCN ടെക്നിക്കൽ അഡ്വൈസർ അബ്ദുള്ള കുഞ്ഞി ടെക്നിക്കൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് BB മനോജ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗവും KCCL ഡയറക്ടറുമായ M. ലോഹിതാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള വിഷൻ ന്യൂസ് ഡയറക്ടറുമായ ഷുക്കൂർ കോളിക്കര, ജില്ലാ ട്രഷറർ P. വിനോദ്, CCN MD TV മോഹനൻ, COA കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി P. പ്രകാശ്, നീലേശ്വരം മേഖലാ സെക്രട്ടറി CP ബൈജുരാജ് എന്നിവർ സംസാരിച്ചു. ഫൈൻ TV സ്ഥാപകനും ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന അംഗവുമായ ഉസ്മാൻ പാണ്ഡ്യാൽ, തിടമ്പതൃത്വത്തിൽ ഗുരുപൂജ അവാർഡ് നേടിയ സംഘടനാംഗം ഉപേന്ദ്ര അഗിത്തായ എന്നിവരെ ഉപഹാരം നൽകി പൊന്നാടിയണിയിച്ച് ആദരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ COA സംസ്ഥാന കമ്മിറ്റി അംഗവും കാസർഗോഡ് വിഷൻ MD-യുമായ സതീഷ് K. പാക്കം വിതരണം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ K. സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ താമസിക്കുന്ന കന്നഡ സംസാരിക്കുന്നവരെ ബാധിക്കുന്ന കേരള സർക്കാരിന്റെ മലയാള ഭാഷാ ബിൽ പിൻവലിക്കുക, ഗതാഗതക്കുരുക്ക് മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഒരു പരിധിവരെ ഗുണം ചെയ്യുന്ന പാലക്കുന്ന് ഉദുമ റെയിൽവേ മേൽപ്പാലങ്ങളുടെ പണി എത്രയും വേഗം തുടങ്ങുക, KSEB പോസ്റ്റ് കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് സൗജന്യമായി അനുവദിക്കുക, സ്വയം സംരംഭകരായ കേബിൾ TV ഓപ്പറേറ്റർമാരെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തി പെൻഷൻ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയമായി അവതരിപ്പിച്ചു. മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി K. ദിവാകരയും സെക്രട്ടറിയായി പാർത്ഥസാരഥിയും ട്രഷററായി G. ചിത്രയും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഉദുമ.